ഹലോ. അങ്ങനെ നമ്മൾ സേലത്താട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സേലത്ത് വന്ന സമയത്ത് നമ്മൾ സേലത്തുള്ള ഓരോ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെ സേലം വെത്തിലെ എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ വരുന്ന വഴിക്ക് നമ്മൾ ഈ സാധനം കണ്ട് കഴിച്ചു. അപ്പോൾ ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മളിത് വാങ്ങിക്കണം. ഒരു സ്വീറ്റാന്ന് പറഞ്ഞിരിക്കുന്നത്, വേറെ അലുവിനകല സാധനം പോലെ ആ സാധനമൊന്നുമില്ല. അതിന്റെ വെറ്റിലും ഇവൻ പൊളിഞ്ഞു പോയി. എൻ്റെ കാണിച്ചു കൊടുക്ക്. എൻ്റെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. എൻ്റെ പൊളിഞ്ഞു പോയി കഴിച്ചു. ഓ ഇത് പിടിച്ചോ. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ നമ്മളൊന്ന് തിന്ന് നോക്കട്ടെ എന്താണ് ടേസ്റ്റ് എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞുതരാം. ഇത് തൊള്ള പൊള്ളുന്നു. കുഴപ്പമില്ല, ഇത് ഇറക്കാൻ പറ്റുമോ? രസമുണ്ട്. ഞാൻ തിന്നു മക്കളാ. വെറ്റിലെവിടെ പോയി? ചോപ്പൊന്നുമില്ല, ചോന്നിട്ടില്ല. എന്നാ പിന്നെ ഇത് തേന്മാ. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നല്ല കൽക്കണ്ടോ പിന്നെന്തേനും അതിൻ്റെ പേരെന്തിനാ മഞ്ഞ ചോപ്പൊക്കെ. അല്ല, ഡ്രൈ ഫ്രൂട്ട്സ്. അതെന്താ സംഭവം? അതുകൊണ്ട് ഐസ്ക്രീമിലൊക്കെ പണ്ട് ചെറുപ്പത്തിൽ തിന്നുന്നുണ്ട്. ആ സാധനമൊക്കെ മിക്സ് ചെയ്ത് നമ്മൾ കഴിച്ച് ഇത് നമ്മൾ ഇറക്കി ഇറക്കാം. അത് വെറുതെ മിസ്സാക്കില്ല. ഒന്നും കൂടി വാങ്ങിയാൽ തരും. ഇതിന് വെറും 10 രൂപയുള്ള എല്ലാ ഹോട്ടലിൻ്റെ മുന്നിലും ഉണ്ട്. അപ്പം ഇനി ആരെങ്കിലും സ്ഥലത്ത് വരാണെങ്കിൽ തല കറങ്ങുകയാണെങ്കിൽ കുറച്ച് നേരം നമ്മളെ കാണൂല ഗൈസ്. തലൊന്നും കാണുന്നില്ല. ഇത് സാധാരണ വെത്തിലിൻ്റെ ഉള്ളിൽ കുറച്ച് പഞ്ചസാര വെച്ച് നമുക്ക് തന്നു. പക്ഷെ നമ്മൾ വിചാരിച്ചു തല കറങ്ങുമായിരിക്കുന്നു. കാരണം ഓൾറെഡി നമ്മൾ നാട്ടിലൊക്കെ വെത്തില വയ്ക്കുമ്പോൾ തല കറങ്ങുമല്ലോ. നാട്ടിൽ വെത്തില വയ്ക്കുമ്പോൾ തല കറങ്ങും. അതിൽ അടക്കുണ്ടാവൂലേ? അടക്കൊക്കെ ഉള്ള തല ഇറങ്ങാം. സോറി ഗൈസ്, എന്തിലോ തല കറങ്ങലുണ്ട്. പക്ഷെ ഇത് നല്ല സ്വീറ്റാണ്. സൂപ്പർ. ഞാൻ മൊത്തം ഇറക്കി കേട്ടോ. ഞാൻ മൊത്തത്തിൽ അവിടെ ഇറക്കിയില്ല. എന്നാ ശരി, ബായ്.